ഫ്രണ്ട്സ്, ഇപ്പോൾ ചൂടുകാലാവസ്ഥയായതുകൊണ്ട് എല്ലാവർക്കും കറണ്ട് ബില്ല് കൂടാൻ ഏറ്റവും കൂടുതലുള്ള കാലാവസ്ഥയാണിത്. അപ്പോൾ ഇത് നമുക്ക് എർത്ത് ഷോർട്ടേജ് ഉണ്ടെങ്കിലും കറണ്ട് ബില്ല് കൂടാം. അപ്പോൾ അതിനും കൂടി ഇതൊന്ന് പരീക്ഷിക്കുക. ആദ്യമായിട്ട് നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം എല്ലാ സ്വിച്ചും ഓൺ ആക്കിയിടുക. ബ്രേക്കർ ഉണ്ടെങ്കിൽ അത് ഓഫ് ആക്കണം. അതിനുശേഷം എല്ലാ സ്വിച്ചും ഓൺ ആക്കിയിട്ടതിന് ശേഷം ഇതേപോലെ 3 പിന്നുകൾ ഉണ്ടാവുമല്ലോ, അതിൽ പിന്നെ വലുത് വരുന്നത് സ്വിച്ചിട്ട ടെസ്റ്റർ കത്തുന്നതാണ് ഫേസ്, അല്ലെങ്കിൽ അധികം വലുത് കത്തുന്നുണ്ടോ ആ ടെസ്റ്റർ ഉണ്ടെങ്കിൽ ടെസ്റ്റ് വെച്ചിട്ടൊന്ന് കൺഫേം ചെയ്യുക. അടുത്ത് വരുന്നത് ന്യൂട്രൽ, മേലെ വരുന്നത് എർത്ത്. പിന്നെ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഹീറ്റർ, ഇഞ്ചക്ഷൻ കുക്കർ എന്നീ പോയിന്റുകളാണ് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടത്. നമുക്കൊരു ഇൻവെർട്ടർ ബൾബ് ഉണ്ടാവില്ല എല്ലാ വീട്ടിലും. അധികം വീട്ടിലിപ്പോൾ കറണ്ട് പോയാൽ കത്തുന്ന ഒരു ഇൻവെർട്ടർ ബൾബ്, ഒരു ഹോൾഡർ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഇത് ചെക്ക് ചെയ്യാൻ കഴിയും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയെന്ന് വെച്ചാൽ വീട്ടിലുള്ള എല്ലാ സ്വിച്ചും ഓൺ ആക്കി ഇടുക. അതിനുശേഷം ന്യൂട്രലിലും എർത്തിലും ആദ്യം വയർ ടച്ച് ചെയ്ത് നോക്കും. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഇത് എർത്ത് ഷോർട്ടാണ്. അതേപോലെ ഫേസിലും എർത്തിലും ഇതേപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കത്തുന്നുണ്ടെങ്കിൽ ഷോർട്ടാണെന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതൊരു നല്ല ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഇവിടുത്തെ ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂട്രലും ഫേസിലും കൊടുത്തിട്ട് ഇത് കത്തുന്നില്ല. അപ്പോൾ ഇവിടെയെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്.